കൈയടക്കം കൊണ്ടും കുറിയ പാസുകൾ കൊണ്ടും കളിക്കളത്തിൽ എതിരാളികളെ തകർക്കുന്നതാണ് ടിക്കാടാക്ക. ഒരു പതിറ്റാണ്ടോളം സ്പാനിഷ് ഫുട്ബോളിന്റെ ഒരു മുഖവുമായിരുന്നു ഈ കളിശൈലി. സ്പെയിനിന്റെ ലോകകപ്പ് അടക്കം നേടിയുള്ള സ്വപ്ന കുതിപ്പിന് ചുക്കാൻ പിടിച്ചതും ടിക്കി ടാക്ക തന്നെ. 2006 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലാണ് ടിക്കി ടാക്ക എന്ന കളിശൈലി ഏറ്റവും മനോഹരവും ഫലപ്രദവുമായി ലോക ഫുട്ബോളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു പതിറ്റാണ്ടോളം ലോകം ടിക്കി ടാക്കയ്ക്കുള്ളിൽ കറങ്ങി വീണു. ആരാണ് ഈ കളിശൈലി രൂപീകരിച്ചതെന്ന് വ്യക്തമല്ല. പക്ഷേ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചത് സ്പെയിനും ബാഴ്സലോണയും തന്നെ. എതിരാളിയുടെ പോസ്റ്റിലേക്ക് പാഞ്ഞെത്തുന്നതിന് പകരം തങ്ങളുടെ കോർട്ടിൽ തുടങ്ങുന്ന കുറിയ പാസുകളിലൂടെ പന്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്ത ഗോളിലേക്ക് സാവധാനം ഒഴുകിയെത്തുന്നതാണ് രീതി. ആരുടെയും കാലുകളിൽ അധിക സമയം പന്തിന് വിശ്രമമില്ല. അതിങ്ങനെ കാലുകളിൽ നിന്ന് കാലുകളിലേക്ക് വേഗത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. എതിരാളിയുടെ മനോനില തെറ്റിനിർത്ത വലതുളച്ചു മടങ്ങും. രണ്ടായിരത്തി 2006 ലോകകപ്പിലാണ് സ്പെയിൻ ആദ്യമായി ടിക്കി ടാക്ക എന്ന സമ്പൂർണ്ണ കാൽപന്ത് കളി അവതരിപ്പിക്കുന്നത്. സ്പെയിന്റെ കളിയെക്കുറിച്ചുള്ള അന്നത്തെ ചർച്ചയിൽ കമന്റേറ്റർ ആൻഡ്രിസ് മോണ്ടിസയാണ് ടിക്കി ടാക്ക എന്ന പേര് അവതരിപ്പിക്കുന്നത്. കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്പെയിൻ ടിക്കി ടാക്കയെ കാലിൽ സൂക്ഷിച്ചു. 2008 മുതൽ 2012 വരെ ടിക്കി ടാക്ക എന്തെന്ന ലോകത്തിന് സ്പെയിൻ കാണിച്ചു കൊടുത്തു. ഇക്കാലയളവിൽ ലോകകപ്പും 2 യൂറോ കപ്പും സ്പാനിഷ് അർമാണ്ട സ്വന്തം പാളയത്തിലെത്തിച്ചു. ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെ കണ്ട ടിക്കി ടാക്കയെ ക്ലബ്ബുകളിൽ വിജയകരമായി അവതരിപ്പിച്ചത് പെപ് ഗാർഡിയോളയുടെ ബാഴ്സലോണയാണ്. ആ കാലയളവിൽ അവർ അടിച്ചെടുത്തത് 2 ചാമ്പ്യൻസ് ലീഗ് അടക്കം 14 മേജർ ട്രോഫികൾ. വ്യക്തിഗത മികവ് കൊണ്ട് പന്തുമായി കുതിക്കുന്ന മെസ്സി അടക്കമുള്ള താരങ്ങളെ കോർത്തിണക്കിയായിരുന്നു ബാഴ്സ കളി മെനഞ്ഞത്. റയലടക്കം പല വമ്പന്മാരും ടിക്കി ടാക്കയിൽ അന്ന് കറങ്ങി വീണു. 2015 ടിക്കി ടാക്കയുടെ കാലം ഏകദേശം അവസാനിച്ചു. വേഗത കൊണ്ടും ലോങ് ബോളുകൾ കൊണ്ടും ഫലപ്രദമായി പലരും ടിക്കി ടാക്കയെ നേരിട്ടു. ഇതോടെ സ്പെയിനും പതിയെ ടിക്കി ടാക്കയെ ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പോഴും ടിക്കി ടാക്കയുടെ ഓർമ്മകൾ സ്പാനിഷ് കാലുകളിൽ വന്നു മറയാറുണ്ട്. ലോങ് ബോളുകളടക്കം കളിക്കുമെങ്കിലും ഈ ലോകകപ്പിൽ പലപ്പോഴും സ്പെയിൻ ടിക്കി ടാക്കയെ ഓർമ്മപ്പെടുത്തി. ജയിക്കാൻ വേണ്ട ഗോൾ നേടി പന്ത് കൈവശം വെക്കുക എന്ന രീതി സ്പാനിഷ് പടയ്ക്ക് അങ്ങനെ അത്ര വേഗം മറക്കാൻ കഴിയില്ല. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.